ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. താങ്ക് യു. ഞാൻ ആദ്യം നിങ്ങളുടെ ഇന്റർവ്യൂ ഒരു 1 year മുമ്പാണ് എടുത്തത്. ആ സമയത്ത് ഇന്റർവ്യൂ കാണുന്ന സമയത്ത് പാത്തുനെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നതേ വലിയ ടാസ്കാ. പിന്നെ ഞാൻ കാണുന്നത് കുറെ തമാശ പറയുന്ന ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പാത്തുവാണ്. അത് ഗ്രാജുവലി ഈ മാറ്റം സംഭവിച്ചതാണോ അതോ മാറ്റിയെടുത്തതാണോ നിങ്ങൾ എല്ലാരും കൂടെ? പാത്തു ഓൾറെഡി പാത്തിന് മാറി വന്നാണ് അതിലേക്ക്. ആ ഇപ്പൊ പാത്തിന് അടുത്ത മൊത്തം കൈകാര്യം സംസാരിക്കുന്നത് പാത്തുമായിരിക്കും. കൺട്രോൾ ചെയ്യണം, നിർത്താൻ വേണ്ടി കൂടി പോയതൊക്കെ പറഞ്ഞോടൊക്കെ അതല്ലേ. അന്ന് പേടി നമ്മൾ ആദ്യമായിട്ടില്ലായിരുന്ന അപ്പൊ എനിക്ക് അന്നൊന്നും സംസാരിക്കാൻ കിട്ടാനില്ലേന്. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ ഓക്കെ ആയി. അതിനുശേഷം കൊറേ ഇന്റർവ്യൂ എടുത്തു, കൊറേ പേരെ കണ്ടു, അപ്പത്തേക്കും മാറി. ഈ 1 year കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു ഈ മലബാരി ഗോട്ട് എന്നതിലൂടെ? ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നേ, പക്ഷെ എന്നാലും പ്രതീക്ഷിച്ചതിലപ്പുറം മാറ്റം. ടോട്ടൽ ലൈഫ് മാറി, ബിസി ലൈഫായി മാറിപ്പോ. പണ്ട് ഭയങ്കര കാമായിട്ട് എല്ലായിടത്തും പോവാ, ആരും തിരിച്ചറിയില്ല. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ഒരുപാട് ആൾക്കാർ വരും സെൽഫി എടുക്കാനും, അതേപോലെ ഇഷ്ടം കൊണ്ട് അറിയാം. അപ്പൊ സന്തോഷമാണ്. ശരിക്കും നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച സംഭവങ്ങള് മുമ്പോട്ട് ശരിക്കും റിയൽ ലൈഫ് വന്ന് കഴിഞ്ഞ അതാണ് സംഭവിച്ചത്. ഓക്കെ, നമ്മൾ ആദ്യം കാണുന്നത് നിങ്ങൾ രണ്ടുപേരാണല്ലോ, പിന്നീടാണ് കുറച്ച് ആളുകൾ പുതിയതായിട്ട് വരുന്നത്. ഇപ്പൊ ഒരുപാട് പേർക്ക് പൊതുവെ ഇങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തില് വരണം, പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽ നിന്നൊക്കെ ഈ രണ്ടുപേരെ എങ്ങനെ സെലക്ട് ചെയ്തു? ഇവരെങ്ങനെ ഇതിന്റെ പാർട്ടായി എന്ന് പറയാമോ? ഒന്ന് നാസർ മാഷാണ്, എന്റെ സുഹൃത്താണ്. അപ്പോൾ ഇതിനോട് ആദ്യം മുതലേ ക്രൈസുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തിയതാണ്. പിന്നെ സെലീൻ, അപ്പോൾ പെൺകുട്ടികളെ ആർട്ടിസ്റ്റുകളെ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് കുറവാണ് കിട്ടാണ്. ഇതിന്റെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നല്ല എമൗണ്ടും വേണം. പിന്നെ നമ്മളതൊക്കെ നോർമലി സ്റ്റാർട്ട് ചെയ്തല്ലേ, അപ്പോൾ നമ്മളെ ആൾക്കാർ തന്നെ. ഇപ്പോൾ അനിയത്തിയാണ് അവള്, സെലീൻ്റെ അനിയത്തിയാണ്, ചെറിയ അനിയത്തിയാണ്, +1 പഠിക്കുകയാണ്. അപ്പോൾ അവളെ തന്നെ സെലക്ഷൻ കിട്ടി. അവൾ ആള് സെറ്റ്, നമ്മൾ വിചാരിച്ച പുറമല്ല. അപ്പൊ എന്റെ കൂട്ടത്തിന്റെ 4 പെങ്ങന്മാരിൽ 3 ആൾക്കാരും നമ്മളെ വീഡിയോ ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ തന്നെ, പുറത്തുനിന്ന് വേണ്ട ഫാമിലിന്റെ ഇത്രയും കലാകാരന്മാരുണ്ടെന്ന് അറിഞ്ഞ ശരിക്കും പറഞ്ഞ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ. മാഷ് എങ്ങനെ ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ എങ്ങനെയാ ശരിക്കും കുട്ടികൾക്ക് ഒരു ഓരോ വേഷമാണ് കൂടുതൽ? ഞാൻ വല്ലിപ്പാന്റെ വേഷം ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ മാറ്റി അളിയനായി, അങ്ങനെ പല വേഷമുണ്ട്. അപ്പൊ കുട്ടികൾ പോലെ വല്ലിപ്പാന്ന് വിളിച്ചു. ചെറിയ കുട്ടികളൊക്കെ ബാക്കിൽ നിന്ന് ഷർട്ടൊക്കെ കുടിച്ചിട്ട് വല്ലിപ്പാന്ന് വിളിച്ചു. അപ്പോൾ വല്ലിപ്പ എന്നുള്ളൊരിതാണ് കൂടുതൽ കുട്ടികൾക്ക്. ഇപ്പോൾ എങ്ങോട്ട് പോവാണെങ്കിലൊക്കെ ഇവരെ നിസും ഇവനൊക്കെ ശുക്കൂറിനൊക്കെ പ്രായമില്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ഇന്നേതേ വല്യമാര് വയസ്സായ ആൾക്കാര് സങ്കടം. അത് ഇവിടെ പറയല്ലേ, വെറുതെ ഓരോന്ന് കച്ചവടങ്ങൾ ഒരുപാടൊക്കെയാണ്. ഇന്ന വയസ്സായ ഉമ്മാരൊക്കെയാണ് വിളിക്കണ്ടേ വല്ലിപ്പ എന്നുള്ളതുകൊണ്ട്. അതാ പറഞ്ഞേ, നമ്മളെ വീഡിയോയില് ഏറ്റവും കൂടുതൽ വ്യത്യസ്ത ക്യാരക്ടർ ചെയ്യുന്ന ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമല്ലോ അതില്. ഇവർക്ക് സ്ഥിരം പാത്തു ശുക്കൂർ അതാവുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് കാരണം ഞങ്ങൾക്ക് അതാണ് ശരിക്കും അതാണുള്ളത്. ഇയാൾക്ക് മാറ്റി പഠിക്കാനുള്ള സംഭവമാണ് വേഗത്തുള്ളത്. അതേപോലെ സെലീനാൻ ചില 2-3 ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാലും കൂടുതൽ സെലീനാണ്, അവൾ അറിയപ്പെടുന്ന സെലീനാണ് ക്യാരക്ടറിലാണ് അറിയപ്പെടുന്നത്. ഈ മലബാരി ഗോട്ട് പേര് അന്ന് ഈ പേര് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്റർവ്യൂ മലബാരി ഗോട്ട് അന്ന് പേര് എന്തോ ഈ പേരെങ്ങനെ എന്തുകൊണ്ടിട്ട് ആരാ ചൂസ് ചെയ്യാൻ കാരണം എന്താ? പേര് ഞാട്ടതാണ്. ഒന്ന് മലബാരി കോട്ട്, ഇപ്പൊ മലബാരി ഏരിയ ആണല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളെ ഭാഷ എല്ലാവരും അറിയില്ല എപ്പോഴും. അപ്പൊ ആ ഭാഷ വെച്ച് കണ്ടിട്ട് ഒരു മലബാരി ടച്ച് ഭാഷ, അതിന്റെ കൂടെ തന്നെ മലബാരി ഗോട്ട് എല്ലാവരും ചോദിച്ചാൽ ആടാണ് ചോദിച്ചത്. പാത്തുമാന്റെ ആട്. അപ്പൊ പാത്തുമാന്റെ ആട് ഷുക്കൂർ ആടിന്റെ ക്യാരക്ടറും പാത്തുമ്മ തൊഴിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം അതല്ല. മലബാരി ഗോട്ട് നമ്മളെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എനി ടൈം എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച മറ്റേ പാത്തുമ്മന്റെ ആടല്ല. ചോദിക്കല് പാത്തുമാന്റെ ആട ചോദിക്കലുണ്ട്. കാരണം പാത്തുവിന്റെ അടിമയായിട്ട് നിൽക്കുന്ന ഒരു കുറെ ഉള്ള രീതിയിലെ കാണിക്കുന്ന എല്ലാവരും പാത്തുവിൽ നിന്ന് കിട്ടിയ ഒരു ചെണ്ട. ശരി, നമ്മളിവിടെ ഇന്റർവ്യൂവിന് സെറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷൂട്ടിംഗ് പ്രോസസ്സിങ് എങ്ങനെയായിരിക്കും? ഭയങ്കര രസമായിരിക്കും നിങ്ങൾ എല്ലാവരും കൂടെ. എങ്ങനെ ശരിക്കും ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് ഷൂട്ട് കറക്റ്റ് 1 മണിക്ക് തീർക്കോ അതോ 2 മണിക്കൂർ 3 മണിക്കൂർ പോവോ? എങ്ങനെയാ ഞങ്ങളെ ഒരു വർക്കിന്റെ പ്ലാൻ? ഒരു ദിവസമാണ്. അപ്പൊ നാളത്തെ വർക്കാണ്. നാളെ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 5:30 വരെ ഷൂട്ടാണ്. അത് പുതിയ പുറത്തുനിന്നുള്ള ജൂനിയർ ആർട്ടിസ്റ്റ്, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ വരും. അപ്പോൾ അവർക്ക് നല്ല സപ്പോർട്ട് ആൾക്കാരാണ്. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് പറയാൻ പറ്റില്ല, ഏറ്റവും നല്ല കഴിവുള്ള കലാകാരന്മാരാണ് അവരൊക്കെ.
അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കൂടുതൽ കാണിക്കുന്നത് പാത്തു ശുക്രും വല്ലിപ്പ സെലീന ആണെങ്കിലും അവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഏറ്റവും മികച്ചായിട്ട് പോകുന്നത്. കാരണം ആളുകളൊക്കെ ഒന്നിലൊന്ന് വെച്ചണം. അപ്പോൾ ഒരു ഡേ ഫുൾ നമുക്ക് ആ ഒരു ഷൂട്ടിന് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ ദിവസം ഫുള്ളായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാനും ചീത്ത ഇപ്പോൾ എവിടേക്ക് പ്രശ്നം വന്നാൽ അവളെ ചീത്ത പറയാനും തമാശ പറയാനും ഭയങ്കര രസമാണ്. ആ ഡേ ഭയങ്കര രസമാണ്. അതാണ് അങ്ങനെ നടന്നു പോകുന്നത്. ഓക്കെ. ഇപ്പൊ ആൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നതാണ് വലിയ ആഗ്രഹം. അത് ദുബായ് ജോലി കഴിഞ്ഞ് ഇവിടെ എത്തി നമ്മൾ അഭിനയം ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ അഭിനയമേ താല്പര്യമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാ ഇതില് അഭിനയം താല്പര്യമുണ്ടോ? എങ്ങനെയാ? ഞാൻ സത്യത്തില് ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. പിന്നെ ഓരോരുത്തരോട് ഞാൻ ഇതിക്ക് ഇറങ്ങിയപ്പോഴാണ് പിന്നെ ആളുകളോട് ഇൻക്ലൂഡ് ആയി. പിന്നെ അങ്ങോട്ട് ഞാൻ സംസാരിച്ച് പിന്നെ അങ്ങോട്ട് ഇതിനും കൂടെ വാണി മതി ഞാൻ ആരോടും കൂടെ സംസാരിക്കല്ലേ. പിന്നെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാണ് എല്ലാവരോടും. ആ വീട്ടിൽ അയാൾ വരിക, ഡോർ അടിച്ചിരിക്കുക, ഉള്ളിൽ തന്നെ ഇരിക്കുക. അതാണ് അയാളെ ഇപ്പോഴത്തെ അവസ്ഥ. അത് ഭയങ്കര സന്തോഷം. ഈ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്ലാ ബ്ലാ സംസാരിക്കുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടവും. അതാണ് അത് ഇതിന് മുന്നേ സംസാരിക്കായിരുന്നേ. പക്ഷെ അന്ന് ആ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, അന്ന് മാത്രം ഞങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു. കുറച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടായിരുന്നു സത്യത്തിൽ അന്നില്ലേ ശരിക്കും സംസാരിക്കത്തേ. അന്ന് എനിക്ക് വർത്താനം ഇവനെ ഞാൻ പറഞ്ഞില്ലേ അല്ല. ഒന്നാമതല്ല ഇയാള് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു മോശമല്ലേ. എന്റെ പ്രേക്ഷകരുണ്ട്, ഷുക്കൂറിന്റെ ഫാൻസ് ഗേൾസ് ഉണ്ട്. ശരിക്കും നിങ്ങളുടെ കൂട്ടത്തില് ആർക്കാ ഫാൻസ് ഏറ്റവും കൂടുതൽ? പാത്തുവിനാണ് ഫാൻസ്. പക്ഷെ ഏറ്റവും കൂടുതൽ മെസ്സേജ് എനിക്കാണ്. ഗേൾസാ കൂടുതൽ വയ്ക്കാതോ? അത് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ബോയ്സ് അത് ബംഗാളികളൊക്കെ അയക്കും. ബിസിനസ് അല്ല, അപ്പൊ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കും. അല്ലാതെ ബോയ്സ് ഒന്നും അയക്കില്ല. അങ്ങനെ കിടന്നോട്ടാ. പക്ഷെ മൂപ്പർക്ക് അതിന് അസൂയൊന്നും ചേട്ടാ. നാസർ ഒന്നാമത് വല്ലിപ്പ ക്യാരക്ടർ എന്നും ആദ്യം ഫുള്ള് വല്ലിപ്പായിരുന്നു. അവരിപ്പം പറയും വല്ലിപ്പ ക്യാരക്ടർ മാറ്റി പിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ കുട്ടി വല്ലിപ്പ മാറ്റി അളിയുണ്ട്, എരപ്പൻ സ്വഭാവമുള്ള ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ശീലമുള്ള ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്ന അളിയുണ്ട്. ആ ഒരു ക്യാരക്ടറാണ് അങ്ങനെ ചെയ്യുന്ന അളിയൻ. പിന്നെ നാസർ തന്നെ അവന്റെ ശരിക്കുള്ള പേരുള്ള ഒരു ക്യാരക്ടറും കൊടുത്തത്. അങ്ങനെ 3 ക്യാരക്ടറുകളാണ് ചെയ്യുന്നത്. അതിന്റെ ഫേസ് അത്ര സെറ്റ് ആവണ്ട. നല്ല പക്ഷെ എത്ര ആയാലും വല്ലിപ്പായാലും ഏതായാലും അവന്റെ സംഭവമാണ് സെറ്റ് ആക്കും. സൂപ്പറാണ്. ഡയലോഗ് കാര്യങ്ങളൊക്കെ. അധ്യാപകനാണ്, അപ്പൊ ആ കഴിവൊക്കെ ഉണ്ടാവണം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ മോശമല്ലേ, അടിക്കണ്ടേ. സ്റ്റുഡൻസ് ഈ മറ്റേ പാത്തു എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പം പലരെയും ചിരിപ്പിക്കാൻ നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ്. ഇപ്പൊ പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ചുമ്മാ ചിരിപ്പിക്കുക മാത്രമല്ലല്ലോ, നമുക്ക് ലൈഫിൽ നടക്കുന്ന ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോട് പോയിന്റ് പറയാറുണ്ട്. അപ്പൊ ഈ ക്യാരക്ടർ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എങ്ങനെ സ്വയം ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്താ തോന്നണേ? ഞാൻ നല്ലതായി പറയുള്ളൂ. കാരണം എന്താ പറയാ, തുറന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് സ്വയം വേണം. അതില്ലെങ്കിൽ പല സ്ഥലത്തും നമ്മള് എന്താ പറയാ ഒരു അടിമപ്പെടുന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഉറപ്പായിട്ടുണ്ടാവും. ഈ ആളുകൾ പുറത്തു പറയാറുണ്ട്, ഈ ക്യാരക്ടറെ കുറിച്ച് പറയാറുണ്ടോ? ഇപ്പൊ നമ്മളിപ്പത്തെ പൊതുവെ എന്താ പറയാ, നമുക്ക് പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാം റീൽസ് വരുമ്പോൾ ഞങ്ങൾ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും അറിയിക്കേണ്ട വേണ്ടിയിട്ട്. അങ്ങനെയും കുറെ പേര് അയച്ചു കൊടുക്കും. അങ്ങനെ പറയലുണ്ട്, ഇങ്ങനെ ഉപകാരമുള്ള വീഡിയോ ആണ്, ഉപകാരപ്പെട്ടു, അങ്ങനെ അയച്ചു കൊടുത്തു, അങ്ങനെ പറയലുണ്ട്, ചെയ്യാറ്. പക്ഷെ അതേപോലെ നമുക്ക് പുറത്തു പോകുമ്പോ എതിർത്ത് പറയലുണ്ട്. വളരെ മുഖത്തൊക്കെ തന്നെ പറയും. പക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കുറവല്ലേ? നെഗറ്റീവ് കമന്റ് ആണ് ഒരു കമന്റ് ആണ് ഏറ്റവും വലിയ ടെൻഷനുള്ള കമന്റ്. അതെന്താ വെച്ചാല് ആങ്ങളും പെങ്ങളും ഭാര്യയായിട്ട് അഭിനയിക്കല്ലേ. പക്ഷെ അത് ഞങ്ങളെ ഓരോ വീടിന്റെ അടിയിലും ഏറ്റവും കൂടുതൽ വരുന്നതാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ മറുപടി കൊടുത്തു. ഞങ്ങൾ സാധാരണ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇനി പുറത്തുനിന്ന് പെണ്ണിനെ എടുത്തുകൊണ്ട് ഞാൻ ഇതേപോലെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ വേറെ എന്ത് മോശക്കാരനാ അവക്കെ വേറെ പെണ്ണുങ്ങൾ പിടിച്ചാണെങ്കിൽ ഓടിച്ച് നടക്കാൻ അറിയും. സ്വന്തം പെങ്ങളാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് രസം തൊടാ, വിഷയമല്ല. മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് വിഷയമല്ല. അപ്പൊ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ
പക്ഷേ ഈ ആൾക്കാരോട് നമ്മൾ എന്ത് മറുപടി പറഞ്ഞു നിൽക്കാറില്ല, അത്രത്തോളം മറുപടി പറയുന്നത്. ഒരു അഭിനയാണെന്ന് മനസ്സിലാക്കണില്ല. ഇത് ജസ്റ്റ് അഭിനയം കഴിഞ്ഞു ക്യാമറയുടെ മുന്നിലാണല്ലോ, അത് ചിലവർ മനസ്സിലാക്കണില്ല അല്ലേ. റിയൽ ലൈഫ് ആയിട്ട് കാണണം ചില ആളുകൾ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആളുകൾ തന്നെ. പിന്നെയുള്ള നെഗറ്റീവ് പറഞ്ഞാല് തെറി പറയണതുണ്ട്. പക്ഷെ ഈ തെറി പറഞ്ഞ ഞങ്ങൾ ഭാഷ ഈ വേങ്ങനുള്ള ഭാഷകളാണ്. ഈ തന്ത ബാപ്പാക്ക് തന്ത എന്ന് പറയും. അത് അതേപോലെ കുറെ ചില വാക്കുകളൊക്കെ ചില ഭാഗങ്ങളിൽ അത് തെറിയാണെന്ന് അറിയില്ല, നമുക്കത് തെറിയ തോന്നില്ല. പക്ഷെ സാധാരണ ഇവിടെ കാക്കാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ സംസാരിക്കുന്ന ഭാഷ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അധികം നിങ്ങൾ തെറിയാണ് പറയുന്നത്. ഞങ്ങൾ തെറി ഉപയോഗിക്കില്ല, ഞങ്ങൾ നാട്ടിലെ സാധാരണ സംസാരമാണ്. അപ്പോൾ ഓരോ സംഭവം ചില നാട്ടിൽ തെറിയാണ്, അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കി പോയാലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂല, അത്രേ ഉള്ളൂ.